ഓം അനന്തഭൂമാമരോഗരാശിം നിരുന്ധി വാതാലയവാസവിഷ്ണും ശരണമയ്യപ്പ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ഭട്ടതിരിപ്പാട് നാരായണീയത്തിലൂടെ ഒരൊറ്റ ശ്ലോകത്തിലൂടെ ഒതുക്കുകയാണ്. അനന്തഭൂമ മമ രോഗരാശിയും, എൻ്റെ ശരീരത്തിലും മനസ്സിലുമുള്ള രോഗസമൂഹങ്ങളെയൊക്കെ ഇല്ലാതാക്കി തരണമേ ഗുരുവായൂരപ്പ എന്ന് നമ്മളൊക്കെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. രോഗം വേറെ, അസുഖം വേറെ. രോഗവും അസുഖനും ആദി വ്യാധികൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ളതാണ്. ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുള്ളതാണ്. മനസ്സിലുള്ള ആദി വികസിച്ചിട്ട് വരുന്നതാണ് ശരീരത്തിലുള്ള വ്യാധി, ആദി വ്യാധികൾ. അപ്പോൾ രോഗമെന്ന് പറയുന്നത് ശരീരത്തിൽ വരുന്നതാണ്. രോഗമെന്ന് പറഞ്ഞ ശരീരത്തിൽ വരുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കണം, അസുഖം, ആ സുഖമില്ലാത്ത അവസ്ഥ മനസ്സിൻ്റെതാണ്. അപ്പോൾ അകത്തും പുറത്തുമുള്ള ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും ശ്രീശങ്കര ഭഗവത്പാദം നമ്മളെ പഠിപ്പിക്കുന്ന കണക്കിനെ അകത്തും പുറത്തുമുള്ള അസുഖങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം അൾട്രാ മോഡേൺ സയൻസിന് ശരീരത്തിൻ്റെ റോബോട്ടിക് സർജറി പോലും ശരീരത്തിന് മാത്രമുള്ളതാണ്. മനസ്സിലുള്ള രോഗത്തിന് അവനവൻ തന്നെ മരുന്ന് കണ്ടെത്തണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മലയാളികൾ അവരെ ഏറ്റവും കൂടുതൽ കീഴടക്കിയ രോഗമാണ് ഷുഗർ. നമുക്കെല്ലാവർക്കും ഷുഗറുണ്ട്. ഷുഗർ അത്യാവശ്യവുമാണ്. കാരണം നമ്മളെ നിലനിർത്തുന്നത് ഷുഗറാണ്. ഈ ഷുഗർ വർദ്ധിക്കുമ്പോഴാണ് ഷുഗർ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത്, ഷുഗർ രോഗമായി മാറുന്നത്. സർവത്ര വർജ്ജയിൽ വേദങ്ങൾക്കും ഉപനിഷത്തുക്കൾക്കും ഭഗവത്ഗീതയ്ക്കും ഭാഗവതത്തിനും പറയാനുള്ളത് ഒന്നും അമിതമാവരുത് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ലിമിറ്റായി കഴിഞ്ഞാൽ ഓക്കെ, നല്ലതാണ്. അപ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കാരണം ശരീരത്തിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കാതിരിക്കുന്നതാണ് ഷുഗർ എന്ന രോഗം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതാണ് ഷുഗർ. അപ്പോൾ ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോർമോണാണ്. ഇത് ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് ഊർജത്തിനായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കോശങ്ങളുടെ പ്രവർത്തനവും ഈ പാൻക്രിയാസിൻ്റെ പ്രവർത്തനവും കൃത്യമായി നടക്കാത്തത് കാരണമാണ് ഈ ഷുഗർ വരുന്നത്. ഇത് ഏത് കുട്ടികൾക്കും അറിയാം. അപ്പോൾ ഇതിന് ഭഗവാൻ കൃഷ്ണൻ പൂർണ്ണാവതാരമെടുത്ത് നമ്മുടെയൊക്കെ ശരീരത്തിനെയും മനസ്സിനെയും ഉയർത്തുകയും വളർത്തുകയും തളരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായി ഞാനും നിങ്ങളും അടങ്ങുന്ന മാനവ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വിജയത്തിനും നമ്മുടെ ബാക്ക് ബോണായി, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ബോധത്തിൽ പ്രചോദനം നൽകുന്ന ഊർജ സ്രോതസ്സാണ് കൃഷ്ണൻ. കൃഷ്ണൻ പറയും, ശ്രദ്ധിക്കൂ, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതം പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. 5 വിധത്തിൽ ഉള്ള നമ്മുടെ ആഹാരം നമ്മുടെ വയറ്റിൽ അബ്സോർബ് ചെയ്ത് ഡൈജഷൻ നടത്തുന്നത് ഞാനാണ് എന്നുള്ളത് ആ കൃഷ്ണൻ നമ്മൾ മുറുക്കൊന്നങ്ങോട്ട് പിടിച്ചാൽ മതി. നമ്മുടെ കഴിക്കുന്ന ആഹാരം അത് ഡൈജഷൻ
കൃത്യമായിട്ട് എത്തുകയും പ്രാണവായു അതിനെ വികസിപ്പിക്കുകയും അപാനൻ മലമൂത്രങ്ങളായിട്ട് മാറ്റുകയും ചെയ്യുന്നത് സമാനൻ. ഇതിൻ്റെ ന്യൂട്രീഷനോ എന്തൊക്കെയാണ് മിനറൽസ് ആൻഡ് മെറ്റൽസോ അതൊക്കെ ശ്രദ്ധിക്കണം. ഓരോ കോശങ്ങളിലും കൃത്യമായി എത്തിക്കുകയും ഇവിടെ നിന്ന് മലദ്വാരത്തിലേക്ക് 5 മീറ്റർ ഉണ്ട്. ഈ 5 മീറ്റർ പ്രവർത്തനങ്ങൾ മുഴുവൻ വളരെ ഭംഗിയായി നടത്തുകയും ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തുകയും നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം ഭംഗിയായി നടത്തുകയും ഹൃദയത്തിൽ അന്തരാത്മദൃക്കായി പ്രവർത്തിച്ച് ഹൃദയത്തിൻ്റെ താളമിടിപ്പുകൾ സുഗമമാക്കുകയും നമ്മുടെ പൾസായി മാറിയ പ്രാണ ഊർജമായി കൃഷ്ണ അഹം വൈശ്വാനര ഭൂത്വ എന്നിൽ നീ നിലനിൽക്കണമേ എന്ന് കൃഷ്ണനോട് ആദ്യം നമ്മൾ മുറുക്കെ അങ്ങോട്ട് പഠിക്കുക, മുറുക്കെ അങ്ങോട്ട് ഉറപ്പിക്കുക. എൻ്റെ ഉള്ളിലുള്ളത് കൃഷ്ണനാണ്, കൃഷ്ണനാണ് എൻ്റെ ഉള്ളിലുള്ളത്. ആ കൃഷ്ണൻ എൻ്റെ ഹൃദയനിവാസിയാണ്, എൻ്റെ ഉള്ളിലുള്ള ഡൈജഷൻ സിസ്റ്റമാണ്, എന്നെ ഊർജ്ജസ്വലമാക്കുന്നതാണ്. അങ്ങനെ എൻ്റെ ഹൃദയത്തിനകത്ത് വസിക്കുന്ന ഈ ചൈതന്യം പ്രവർത്തിച്ചിട്ട് വേണം ഞാൻ ഇവിടെ കഴിക്കുന്ന ആഹാരം 5 മീറ്റർ വയറിനകത്ത് പ്രവർത്തിച്ച് ശ്രദ്ധിക്കണം മലമൂത്രാദികളായി വിസർജനം ചെയ്യാൻ. ഭഗവാനെ നീ എന്നിൽ എന്ത് പ്രചോദനം ഉൾക്കണം. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ മാത്രം അഹം വൈശ്വാനര ഭൂത്വ പ്രാണിനം ദേഹമാശ്രിതം പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർഭുജം. ഈ മണികണ്ഠൻ്റെയും പിണറായി വിജയൻ്റെയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും ചൈനീസ് പ്രസിഡന്റിൻ്റെയും ഏത് ജീവിയുടെയും യാബ്രഹ്മാതി പിപീലികാന്ത തനുഷോ ശങ്കരാചാര്യർ പറയുന്നു, അണു മുതൽ ബാക്ടീരിയ മുതൽ നീലത്തിമിംഗരം വരെയുള്ള എല്ലാ ജീവികളിലും ശ്രദ്ധിക്കൂ ഡൈജഷൻ ഞാനാകുന്നു. അപ്പോൾ ഈ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ഡൈജഷൻ സിസ്റ്റങ്ങൾ നടത്തുന്ന ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ചൈതന്യത്തെ വികസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷുഗറിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കൂ. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ എല്ലാവരും കളിയാക്കി വിളിക്കുന്നതാണ് ഇതേ, ഞാൻ എവിടെ പോയാലും ദേ ഞാൻ ഇങ്ങനെയാണ് നിൽക്കുക. പക്ഷേ ഞാൻ പിന്നീട് വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഭാഗവതവും ബ്രഹ്മസൂത്രവും ഗുരുമുഖത്തു നിന്നും വന്ദേ ഗുരുപരമ്പരയിലൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ വേദങ്ങളും ഈ 4 വേദങ്ങളെ 4ആയി വിന്യസിച്ച് ശ്രീമദ് ഭാഗവതം എഴുതുകയും 18 പുരാണങ്ങൾ എഴുതുകയും 18 ഉപപുരാണങ്ങൾ എഴുതുകയും നമ്മുടെ രാമായണം വ്യാസഭഗവത്പാദർ രചിച്ച രാമായണം, അതുപോലെ തന്നെ നമ്മളെ മഹാഭാരതം, അതിൽ അന്തർഗതമായിരിക്കുന്ന നമ്മുടെ ഭഗവത്ഗീത, ഇതൊക്കെ എഴുതിയ വ്യാസൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയെ, എൻ്റെ ബോധത്തെ, എൻ്റെ ഹൃദയത്തിൽ സദ്വികാരങ്ങൾ നിറച്ച് അത് വികസിപ്പിച്ച് നേരോ ബ്രിഡ്ജിന് പകരം ബ്രോഡ്വേ ആക്കി ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാക്കി വികസിപ്പിക്കുന്ന ചൈതന്യമാണ് വേദവ്യാസ ഭഗവാൻ. ഈ വേദവ്യാസ ഭഗവാൻ എൻ്റെ പേഴ്സണാലിറ്റിയെ, എൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്നു. അതിൻ്റെ പ്രതീകമാണ് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഇതിനെ അൾട്രാ മോഡേൺ സയൻസ് പറയും സെൽഫ് ഹഗ്ഗിങ് എന്ന് പറയൂ. എന്താണ് സെൽഫ് ഹഗ്ഗിങ്? അപ്പോൾ ആദ്യം നമ്മൾ ഈ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒരുവിധ എല്ലാ അസുഖങ്ങൾക്കും റെമഡിയായി നമ്മൾ ചെയ്യേണ്ടതാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു ഗുണത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചില്ലേ ഈ ഒരു സെൽഫ് ഹഗ്ഗിങ്ങിലൂടെ അവനവനെ കെട്ടിപ്പിടിച്ച് അവനവൻ്റെ ഉള്ളിലുള്ള ഇതിന് വികസിപ്പിക്കണം. അതിനുശേഷം അയ്യപ്പസ്വാമി നമ്മൾ കാണും, ചിന്മുദ്ര കാണിക്കും. എന്താണ്? തത്വപുരുഷയോഗോ ശുദ്ധിസാമ്യേ കൈവല്യ. ഇറങ്ങിപ്പോട, ഗെറ്റ് ഔട്ട് പറയുമ്പോൾ എന്നിലെ അഹങ്കാരമാണ് ഞാൻ. ഈ അഹങ്കാരം ഇല്ലാതെ ആവുമ്പോഴാണ് എന്ത്? പരമേ വ്യോമൻ പ്രതിഷ്ഠിത അങ്കുഷ്ടമാത്ര പുരുഷാന്തരാത്മ തതോ ജനാനാം ഹൃദയേ സന്നിവിഷ്ടം. നമ്മുടെ ഹൃദയത്തിൽ തമ്പ് രൂപത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് തള്ളവിരൽ എന്ന് പേര്. ഈ ജഗദീശ്വരൻ്റെ പ്രതീകമാണ് ഇത്. അപ്പോൾ ഈ അഹങ്കാരം നഷ്ടപ്പെട്ട് അഹന്ത മമത അഭാവോ
ജീവൻ മുക്തസ്യ ലക്ഷണം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്ത് വരിക? ജീവാത്മ പരമാത്മ ഐക്യം. ഇതിനാണ് വേദങ്ങൾ പറയുന്നു ഏവം പ്രവർത്തിതം ചക്രം. ഈ ചക്രം, അപ്പോൾ ഈശ്വരനും നമ്മളുമായി യോഗം യുജ്യതേ, സന്തോഷകരമായ ആനന്ദപ്രദമായ ഒരു സംയോഗം. ഇതാണ് ഈ സെൽഫ് ഹഗ്ഗിങ്ങിൽ. ശ്രദ്ധിക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ. സെൽഫ് ഹഗ്ഗിങ്ങിൽ ഇടത് ചെവി, നമ്മൾ ഗണപതിക്ക് ഏത്തപ്പെടുന്നത് പോലെ ഇടത് ചെവിയും വലത് ചെവിയും പിടിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ ഇങ്ങനെ എഴുന്നേൽപ്പിക്കും ഇതാക്കും ചെയ്യില്ലേ? പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലീസുകാർ ചെയ്യും, നമ്മൾ സിനിമയിൽ കാണുന്നില്ലേ? അതുപോലെ ഈ സെൽഫ് ഹഗ്ഗിങ് ഈ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ടും നമ്മൾ ഇങ്ങനെ പഠിച്ചതിന് ശേഷം മനസ്സിനകത്ത് ആ പ്രണവസ്വരൂപമായ ജഗതീശ്വരനെ അങ്ങോട്ട് ആവാഹിച്ചുകൊണ്ട് ശതകോടി കോശങ്ങളിലും ഈ രക്തത്തിൻ്റെ, പഞ്ചസാരയുടെ, ഈ ഷുഗറിൻ്റെ, ഇൻസുലിനുമായി പ്രവർത്തിച്ച് വളരെ നോർമലാകണമേ. ശ്രദ്ധിക്കണം, സെൽഫ് ഹഗ്ഗിങ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എന്താണ്? എന്നിൽ ഈ ഷുഗർ കൺട്രോളിങ് ആയിരിക്കണമേ. ഈ ശതകോടി കോശങ്ങളിലും എല്ലാ ന്യൂറോ സിസ്റ്റങ്ങളിലും ഇത് പ്രവഹിച്ച് എൻ്റെ ശരീരത്തെ പരിശുദ്ധമാക്കണമേ എന്ന് ഇങ്ങനെ ഏത്തമിടുന്നത് പോലെ പിടിച്ചതിന് ശേഷം ഗായത്രി മന്ത്രം ചൊല്ലണം. ഓം ഭൂർഭുവസ്വ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. ഈ മന്ത്രം അങ്ങോട്ട് ഉരുക്കഴിക്കണം ആദ്യം. എന്താണ്? മറ്റൊന്നുമല്ല, ഈ വേദമന്ത്രത്തിൻ്റെ ധിയോ യോ ന പ്രചോദയാൽ, എൻ്റെ ബുദ്ധിയെ ഉണർത്തൂ, വികസിപ്പിക്കൂ. ഇത്രയേ ഉള്ളൂ. സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കണം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഞാടി ഞരമ്പുകൾ മുഴുവനാക്കി രക്തപ്രവാഹം മുഴുവൻ ഊർജ്ജസ്വലമാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതിനുശേഷം ഗായത്രി മന്ത്രം ജപിച്ചതിന് ശേഷം മനസ്സിനകത്ത് ഭംഗിയായിട്ട് ചിന്തിക്കണം. ഈശ്വര സർവഭൂതേഷു ഹൃദ്ദേശർജുന തിഷ്ഠതി. അർജുന, ഞാൻ എവിടെയാണ്? സർവചരാചരങ്ങളുടെയും ഹൃദയ ഗുഹാക്ഷേത്രത്തിലാണ് എന്നുള്ളതാണ്. ഹൃദയം എന്ന് പറഞ്ഞ സദ്വികാരങ്ങളാണ്. അപ്പോൾ അവനവൻ്റെ അന്തരാത്മാവായ ആ കൃഷ്ണൻ മനസ്സിനകത്ത് ഹാർട്ട് ബീറ്റായി ഹൃദയം പമ്പ് ചെയ്യുന്നത് ഓരോ കോശങ്ങളിലും ബ്ലഡ് എത്തേണമേ എന്ന് ഭംഗിയായി അന്തരാത്മാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണടച്ചുകൊണ്ട് മെല്ലെ ഒന്ന് നമ്മൾ ഏത്തവിടുന്ന പോലെ ഭൂമിയിൽ അങ്ങോട്ട് ഇരിക്കുക. താഴത്തെ വരെ അങ്ങോട്ട് ഇരുന്ന് അതുപോലെ എഴുന്നേൽക്കുക. ഈ ഒന്നങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഒരു മന്ത്രം ചൊല്ലണം. നമഃശിവാഭ്യാം നാമ പരമൗഷധേഭ്യം. നമഃശിവാഭ്യാം നാമ പരമൗഷധേഭ്യം. നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം, അതോ നാമ, ഞാൻ ഇല്ലാതെ എന്നിലായി മാറുന്ന നാമ, പരമ ഔഷധം, പരമമായ ഔഷധം. ജീവിത ദുഃഖങ്ങളെ ഇല്ലാതാക്കുകയും ജീവിതത്തിലുള്ള ശരീരത്തിൻ്റെ ബയോളജിക്കൽ പ്രവർത്തനങ്ങൾ മുഴുവൻ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്നവനാണ് രുദ്രൻ. ദ്രാവ ഇതി രുദ്രാഹ. ദുഃഖത്തെ പ്രതിരോധിക്കുകയും ശരീരത്തെ BMI, ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വലിനെ ഊർജ്ജസ്വലമാക്കുകയും ഊഷ്മളമാക്കുകയും ചെയ്യുന്ന ആ ശിവനെ അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിന് ഒരു യജനം ചിന്തിച്ചുകൊണ്ട് വൈദ്യനാഥനായ മഹാദേവൻ യൂട്യൂബിൽ പോയിട്ട് അടിച്ചു നോക്കണം. വൈദ്യനാഥ അഷ്ടകം. എൻ്റെ സഹോദരിയുടെ മകൾ ഓങ്കോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യുന്നതാണ്. അവരുടെ ഉപാസനാ മന്ത്രമാണ്. എൻ്റെ മകള് ഡോക്ടറാണ്, അവളുടെയും ഉപാസനാ മന്ത്രമാണ്. അത് വിശദമായിട്ട് അറിയാൻ യൂട്യൂബിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി. ഈ താഴത്തുള്ള ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ മന്ത്രവും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കേൾക്കാം. ഏതായാലും ശരി, ആ മന്ത്രം ഒന്നും കൂടെ ചൊല്ലാം. നമഃശിവാഭ്യം നാമപരമൗഷധേഭ്യം എന്ന് പറഞ്ഞ് നിലത്തിരുന്ന് വീണ്ടും അങ്ങനെ ഒരു 10 പ്രാവശ്യം അങ്ങോട്ട് ചെയ്യുക. അതിനുശേഷം മനസ്സിലങ്ങോട്ട് ആ മഹാവിഷ്ണുവിനെ മനസ്സിലങ്ങോട്ട് ഭംഗിയായിട്ട് ധ്യാനിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം. അടുത്ത മന്ത്രം ചൊല്ലണം. ഔഷധം ഗാന്ധവീതോയം വൈദ്യോ നാരായണോ ഹരി. എന്താണ്? ഒന്നും കൂടെ ചൊല്ലൂ. ഔഷധം ഗാന്ധവീതോയം
വൈദ്യോ നാരായണോ ഹരി. ഔഷധം എന്താണ്? രോഗത്തെ പ്രതിരോധിക്കുന്നത് എന്താണോ, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത് എന്താണോ, ഞാൻ കഴിച്ച ആഹാരങ്ങൾ എൻ്റെ ഓരോ കോശങ്ങളിലും എത്തിക്കുന്നത് ആരാണോ അതിനെ ഊർജ്ജസ്വലമാക്കണമേ. അതാരാണ്? അവനാണ് നാരായണൻ. അതുകൊണ്ടാണ് ഔഷധം ഗാന്ധവീതോയം. ഗാന്ധവീതോയം എന്ന് വെച്ചാൽ ദുഃഖ സമുദ്രങ്ങളെ ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ്. വൈദ്യോ നാരായണോ ഹരി. ആരാണ് നാരായണൻ? അന്തർബഹിച്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിതി. കൃഷ്ണ യജുർവേദത്തെ മഹാനാരായണ ഉപനിഷത്തിൽ ഋഷീശ്വരൻ എഴുതി വെച്ചതാണ്. അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ശ്രദ്ധിക്കണം, കോസ്മിക് എനർജി. ഇതെന്താണെന്നറിയാം, യൂട്യൂബിനോട് അടിച്ചു ചോദിച്ചാൽ അതൊരു മറുപടി പറഞ്ഞു തരും. ആ കോസ്മിക് എനർജിയായി എന്നിൽ പ്രവർത്തിക്കുന്ന ആ നാരായണൻ. അപ്പോൾ വൈദ്യോ നാരായണോ ഹരി. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തെ അരിഞ്ഞു വീഴ്ത്തുന്നവൻ എന്നുള്ളതാണ് അർത്ഥം. ഇതൊക്കെ വേദവ്യാസ ഭഗവാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഔഷധം ഗാന്ധവീതോയം വൈദ്യോ നാരായണോ ഹരി. ഇത് പറഞ്ഞതിന് ശേഷം കൈയെടുക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ പിടിച്ച് മെല്ലെ നിലത്തിരുന്ന് വീണ്ടും അങ്ങോട്ട് എഴുന്നേൽക്കുക, വീണ്ടും അതുപോലെ ഇരുന്ന് അതുപോലെ എഴുന്നേൽക്കുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം സങ്കീർത്യ നാരായണ ശബ്ദമാത്ര വിമുച്യ ദുഃഖസുഖിനോ ഭവന്തു. എന്ത്? സങ്കീർത്യ നാരായണ ശബ്ദമാത്ര. നാരായണ 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 നാരായണ. സുപ്രഭാതത്തിന് വിശുദ്ധമാക്കാൻ 4 മണിക്ക് എഴുന്നേറ്റ് നിലവിളക്കുമായി എൻ്റെ അമ്മ ചൊല്ലുന്നത് കേട്ട് പഠിച്ച്, ഇതാണ് പൈതൃകം. എവം പരമ്പരാപ്രാപ്തം. പരമ്പരാഗതമായിട്ട് എനിക്കിത് കിട്ടി, ഞാനിത് ചൊല്ലുന്നത് കൊണ്ടാണ്. എൻ്റെ ഷുഗർ 92 ആണ്, 90 ആണ് മിനിമത്തിൽ തന്നെ നിൽക്കുന്നത്. ഈ നാരായണ മന്ത്രത്തിൻ്റെ പ്രസക്തിയാണ്. ഇതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സൗണ്ട് എനർജി കൺവേർട്ടഡ് ടു കോസ്മിക് എനർജിയായി പ്രാണ ഊർജം. പ്രാണൻ വെച്ചാൽ പ്രണയനാൽ ഇത് പ്രാണഹ വിട്ടു പോകേണ്ടതാണ് ശരീരത്തിന്. വിട്ടു പോകുന്നതുവരെ ഇവിടെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണമേ. അങ്ങനെ ആകുമ്പോൾ വൈദ്യോ നാരായണോ ഹരി എൻ്റെ മനസ്സിലും ശരീരത്തിലുമുള്ള ദുഃഖങ്ങളെ അരിഞ്ഞു വീഴ്ത്തും. ഇങ്ങനൊരു 10 പ്രാവശ്യം ഇത് ചൊല്ലി എഴുന്നേൽക്കും, നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ധന്വന്തരമൂർത്തിയായ ഭഗവാൻ നമ്മൾ കനിഞ്ഞനുഗ്രഹിക്കും. വളരെ ശ്രദ്ധിക്കണം. സഹസ്രനാമ തത്തുല്യം രാമനാമ ജപേ ഇതി. ഈ രാമനാമവും പറ്റുന്നുണ്ടെങ്കിൽ ജപിക്കണം. ഈ ധന്വന്തരമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് തന്നെ ഒന്ന് തന്നെ വിഷ്ണു സഹസ്രനാമം തുടരെ നാം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഗോവിന്ദ ഇവിടെ വരൂ എന്ന് പറഞ്ഞാൽ ഗോവിന്ദനെ വരുള്ളൂ. ഉൽപ്പലാക്ഷ ഇവിടെ വരൂ, ഉൽപ്പലാക്ഷ. ഘടോൽക്കജ ഇവിടെ വരൂ കഴിഞ്ഞാൽ ഘടോൽക്കജം വരും. നമുക്കൊക്കെ ഓരോ പേരേ ഉള്ളൂ. ഈ ഓരോ പേര് കേട്ട് നമ്മുടെ ബ്രെയിൻ, ശ്രദ്ധിക്കണം, നമ്മുടെ ബ്രെയിൻ നേരോപ്പാത്തായിരിക്കുകയാണ്. ഇടുങ്ങിയ വഴിയാണ് നമ്മുടെ ബ്രെയിനിന്. ഈ ഒറ്റ പേര് മണികണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവുള്ളൂ, വേറെ എന്ത് കേട്ടാൽ പോവില്ല. ശ്രദ്ധിക്കണം, ഇതിനൊറ്റ പേരേ ഉള്ളൂ, പേന. ഇതുപോലെ മഹാവിഷ്ണുവിന് സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 എന്നല്ല, അനന്തമായിട്ട് അതിനകത്തൊരു 1000 പുഷ്പങ്ങൾ അത് കൂട്ടിയിട്ട് വേദവ്യാസ ഭഗവാൻ വേദങ്ങളിൽ നിന്നെടുത്ത് ഒരു വനമാലയാക്കിയിട്ട് ഭഗവാന്റെ കഴുത്തിൽ ചാർത്തുകയാണ്. ആ വനമാല ഈ വേദപുഷ്പങ്ങളാണ്. ഒപ്പം നമ്മുടെ ജീവിത സ്വപ്നങ്ങളാണ് ആ വനമാല. ആ മഹാവിഷ്ണുവിനെ മനസ്സിലങ്ങോട്ട് ധ്യാനിച്ച്, അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരൊറ്റ സബ്ജക്റ്റ്, ഇതിന് പേന എന്നേ പേരുള്ളൂ. ഇതുപോലെ മഹാവിഷ്ണുവിനെ 1000 നാമങ്ങളിലൂടെ നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ മണികണ്ഠ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ലളിതാംബിക എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ പത്മജ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ദ്രൗപദി എന്ന് പറയുമ്പോൾ, ഇവർ 3 പേര് എൻ്റെ സഹോദരിമാരാണ്. പിന്നെ സരസ്വതി എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ്. പിന്നെ സുവർണനി എന്ന് വിളിക്കുമ്പോൾ അതെൻ്റെ അമ്മയാണ്. എനിക്കറിയാവുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പാകിസ്ഥാനിലെ കാര്യം എനിക്കറിയില്ല, ചൈനയിലെ കാര്യം എനിക്കറിയാവുന്ന. ഈ പേര് വിളിക്കുമ്പോൾ, ഒറ്റ പേര് വിളിക്കുമ്പോൾ ഒറ്റ ബ്രെയിനേ ഓപ്പൺ ആവുള്ളൂ. ശ്രദ്ധിക്കണം, ഈ മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമം കേൾക്കുമ്പോൾ 1000 രീതിയിലുള്ള ന്യൂറോ സിസ്റ്റങ്ങൾ മുഴുവൻ ഓപ്പണാകും. മഹാവിഷ്ണുവിന് വേണ്ടിയിട്ടല്ല നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത്, നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പ്രാണബലം വർദ്ധിപ്പിക്കാനാണ്. നോക്കൂ, ശ്രദ്ധിക്കൂ, എന്താണ് അൽസിമേഷ്യ? യൂട്യൂബിനോട് അടിച്ച് ചോദിക്കണം, അപ്പോൾ അവ മറുപടി പറഞ്ഞോളും. യൂട്യൂബ് പറയും ബ്രെയിൻ.
ശ്രദ്ധിക്കൂ, ബ്രെയിനിൽ ഒരു പോർഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ടെമ്പർലോഗ്. ടെമ്പർലോഗ് എന്ന് പറയുന്ന ഏരിയക്ക് ചെതൽ പിടിച്ചത് കണക്കിന് ഇല്ലാതാകുന്നതാണ് അൽസിമേഷ്യ. എന്നാൽ ഈ വിഷ്ണു സഹസ്രനാമം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഈ സൗണ്ട് എനർജി കൺവേർട്ടഡ് ടു വൈബ്രേഷൻ ബ്രെയിൻ മസാജായി ശ്രദ്ധിക്കൂ, ബ്രെയിൻ ബൂസ്റ്റിംഗ് ആയി ഈ ടെമ്പർ ലോഗോക്ക് നല്ല സ്ട്രെങ്ത് വരും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോ, തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള ഏതെങ്കിലും നമ്പൂതിരിമാർക്ക് അൽസിമേഷ്യ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇവരെ വേദമന്ത്രങ്ങളും വിഷ്ണു സഹസ്രനാമങ്ങളും സ്ഥിരമായിട്ട് ചൊല്ലി ഈ ടെമ്പർ ലോഗിനെ സ്ട്രെങ്ത് വരുത്തിപ്പിക്കുന്നു. അതുകൊണ്ട് വിഷ്ണു സഹസ്രം എല്ലാവരും ചൊല്ലണം. ഞാനൊരു സൂത്രം ചെയ്യും, ഞാനിത് സ്ഥിരമായിട്ട് അങ്ങോട്ട് ചൊല്ലും. എൻ്റെ അച്ഛനിത് ചൊല്ലി, എൻ്റെ അമ്മ ഇത് ചൊല്ലി, അതുകൊണ്ട് ഞാനിത് പഠിച്ചു. ഞാനിത് ചൊല്ലി, അതുകൊണ്ട് എൻ്റെ ഭാര്യ പഠിച്ചു. ഞാനിത് ചൊല്ലി, അതുകൊണ്ട് എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും എൻ്റെ കുഞ്ഞുമക്കളും ചെറിയ മക്കളും എൻ്റെ മക്കളും ഇത് പഠിച്ചു. അതുകൊണ്ട് നിങ്ങളും ഇത് പഠിക്കണം. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ മോളൊരു കാര്യം ചെയ്യും, മോൾ ചൊല്ലി നോക്ക്. ഭർത്താവ് പഠിച്ചോളും, ഓട്ടോമാറ്റിക്കായിട്ട് മക്കളും പഠിച്ചോളും. അപ്പോഴോ ഇവർക്കൊന്നും അൽസിമേഷ്യ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ബ്രെയിൻ ഉണർന്ന് ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനുള്ള ആയിരം രാജപാതകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും. ഇതിന് പകരമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. അതിനുശേഷം അപ്പോൾ ഇപ്പം അത്രയായി 20 പ്രാവശ്യമായി നമ്മൾ ഈ ചെവി പിടിച്ച് ഏത്തവിടുന്ന പോലെ എഴുന്നേൽക്കുകയും ചെയ്യുന്നത്. ഇനി വീണ്ടും സ്വാമിയേ ശരണമയ്യപ്പ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. എൻ്റെ അച്ഛൻ മുൻ ശബരിമല മേശാന്തിയാണ്. അദ്ദേഹം എനിക്ക് പേരിട്ടത് തന്നെ, മണികണ്ഠൻ എന്ന പേരിട്ടത് തന്നെ ഈ ധർമ്മശാസ്ത്രത്തെ ജനങ്ങളിൽ എത്തിക്കാണ്. മറ്റൊന്നുമല്ല, കണ്ഠസ്യ ഭൂഷണ ബ്രഹ്മ ഇതി മണികണ്ഠ. എൻ്റെ ഉള്ളിലെ ഞാടി ഞരമ്പുകളുടെ തുടിപ്പാണ് അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമിയെ ശരണം വിളിച്ചുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ ചൊല്ലി താഴത്തിരിക്കുക. വീണ്ടും ശരണമയ്യപ്പ ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കുക. മനസ്സിനകത്ത് ഈ മന്ത്രം നോക്കുക. യസ്യ ധന്വന്തരി മാതാ പിതാ രുദ്രോ ഭിഷക്തമാൻ ത്വം ശാസ്താരമഹം വന്ദേ മഹാവൈദ്യം ദയാനിധിം. ഇദ്ദേഹം വൈദ്യനാഥനായ സാക്ഷാൽ പരമേശ്വരൻ്റെയും ധന്വന്തരമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെയും പുത്രനാണ്. കന്മഷങ്ങൾ അത്യാധുനിക ഏത് രോഗവും ഷുഗറിനെയും മാറ്റാനുള്ള ശക്തി ചൈതന്യമായ ഈ അയ്യപ്പസ്വാമിയെ ശരണം വിളിച്ചുകൊണ്ട് തള്ളവിരലും ചൂണ്ടുവിരലും കൂട്ടി ചെവി പിടിക്കുക. തള്ളവിരലും ഇതുകൊണ്ടാണ് ഈ പഠിക്കുന്ന കുട്ടികൾ പഠിക്കാണ്ടിരിക്കുമ്പോൾ ചെവി പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വേഗം പഠിക്കും, ബുദ്ധി വികസിക്കും, ബുദ്ധി ഓപ്പൺ ആവും. അവിടെ ചൊല്ലുക. വീണ്ടും മെല്ലെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിരിക്കുക, ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് നിൽക്കുക, വീണ്ടും ശരണമയ്യപ്പ എന്ന് പറഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം. ഇപ്പം എത്രയായി? 30 പ്രാവശ്യമായി. ഇവിടെ ശ്രദ്ധിക്കണം, ആ ഭഗവാൻ അന്തരാത്മാവിലിരുന്നു കൊണ്ട് എന്ത് നമോ നാരായണ നരസഖേ. ആരാണ് നാരായണൻ? നരസഖേ. മനുഷ്യൻ്റെ സഹോദരന്മാരാണ്, മനുഷ്യൻ്റെ സുഹൃത്താണ്. ജഗത് ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. നിൻ്റെ സുഹൃത്തായിട്ട്, അന്തരാത്മാവിൻ്റെ സുഹൃത്തായിട്ട്, കർത്താവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ ബൈബിളിൽ പറയുന്നില്ലേ? അന്തരാത്മാവായിട്ടുള്ള ആ കൃഷ്ണനെ കണ്ടുകൊണ്ട് പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണനായ കൃഷ്ണനെ കണ്ടുകൊണ്ട്, അത് പ്രാണനായി കണ്ടുകൊണ്ട്, ഈ പ്രാണ ഊർജത്തെ വികസിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു 10 പ്രാവശ്യം. ഇങ്ങനെ ഇപ്പം എത്രയായി? 40ആയി. ആദ്യത്തെ ദിവസം 10, പിന്നത്തെ ദിവസം ഒരു 20, പിന്നത്തെ ദിവസം ഒരു 30, പിന്നത്തെ ദിവസം ഒരു 40, പിന്നത്തെ ദിവസം ഒരു 50. ഇങ്ങനെ ദിവസം രാവിലെ ഒരു 50 പ്രാവശ്യവും വൈകുന്നേരം ഒരു 50 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു 500 വരെയുള്ള ഷുഗർ നിങ്ങൾ ഗുളിക കഴിച്ചോ, ഒരു മാസം കൊണ്ട് നിർത്തി ഷുഗർ ന്യൂട്രലാക്കാൻ പറ്റൂ. അയ്യോ തിരുമേനി, ഞങ്ങൾ ഹിന്ദുക്കളല്ല. വേണ്ട. അല്ല, ഞങ്ങൾ മന്ത്രങ്ങളൊന്നും ചൊല്ലൂല. വേണ്ട. അല്ല, ഞങ്ങൾ നാസ്തികരാണ്. ആയിക്കോട്ടെ, നാസ്തികരായാലും ഒന്നും ചൊല്ലാതെ മനസ്സ് പരിശുദ്ധമാക്കി, മനസ്സിനോട് ആജ്ഞ പറഞ്ഞുകൊണ്ട് എൻ്റെ രോഗം മാറണമേ, എൻ്റെ രോഗം മാറണമേ, എൻ്റെ അസുഖം മാറണമേ, എൻ്റെ ദുഃഖം മാറണമെന്ന് ആജ്ഞാപിക്കേണ്ട ശക്തിയുണ്ട് എന്നുണ്ടെങ്കിൽ സംഭവമൊന്നുമില്ല. 10 പ്രാവശ്യം ഈ രീതിയിൽ നിൽക്കും ചെയ്തു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ നടക്കുന്നതിന് തുല്യമായി.
അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് 10 കിലോമീറ്റർ നടക്കുന്നതിന് തുല്യമായി ഇതിനുള്ളിലുള്ളത് മുഴുവൻ ബേൺ ചെയ്ത് പോയി ഈ ബ്ലഡിലുള്ള ഷുഗർ മുഴുവൻ എനർജിയായി. ശ്രദ്ധിക്കൂ, അത്യന്തം അൾട്രാ മോഡേൺ സയൻസാണിത്, റോബോട്ടിക് സർജറിയാണിത്. ബുദ്ധിക്കും യുക്തിക്കും കോമൺ സെൻസിനും ആർക്കും അസെപ്റ്റുകളെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ജീവിതം മധുവിധുവാകണം, അവസാന നിമിഷം വരെ മധുരപൂരിതമാകണം. ഇതിനിടെ ഞാൻ ഋഗ്വേദത്തിലാണ് ഈ മധുസൂദനൻ, ഭഗവാന്റെ പേരാണല്ലോ, നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ പറയുന്നത് മധുസൂദന ഇതില്ല, മധുവത് സൂദ്യതേ ഇതി മധുസൂദന. നിന്റെ ജീവിതം മധുരതരമാക്കാൻ, നിന്റെ ജീവിതം ഹണിമൂണാക്കാൻ സർവമധുരത്തിൻ്റെയും അധിപതിയാണ് ഭഗവാൻ. എന്ത് നമുക്ക് സന്തോഷമായിട്ട് ഒരാളുടെ സംസാരിക്കുന്നത് മധുരമാണ്, സന്തോഷമായിട്ടൊരു പാട്ട് കേൾക്കുന്നത് മധുരമാണ്, സന്തോഷമായിട്ട് ഈ AC-യിലിരിക്കുന്നത് ഒരു മധുരമാണ്, സന്തോഷമുള്ള മനസ്സിന് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത് മധുരമാണ്, ഒരു സിനിമ കാണുന്നത് മധുരമാണ്, പഞ്ചസാര കഴിക്കുന്നത്, ഷുഗർ കഴിക്കുന്നത് ഒക്കെ കഴിക്കുന്നത് മധുരമാണ്. അപ്പോൾ ജീവിതം അവസാന നിമിഷം വരെ മധുവിധുവായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ രീതിയിൽ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യവും ഏറ്റവും നല്ലൊരു ജീവിതവും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യാരുടെ മകൻ അദ്വൈത വേദാന്തം 4 പതിറ്റാണ്ട് കാലം ഉപാസന ചെയ്ത് അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയായി അവസാന നിമിഷം വരെ ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ശംഭുവാധ്യാരുടെ മകൻ നെഞ്ചു തൊട്ട് പറയുന്നു, ഷുഗർ ഡൗൺ ആവും, ജീവിതം മധുരമായി തീരും. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ടാകും, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ടാകും, മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാവാം, അച്ഛൻ സ്നേഹിക്കുന്ന ഒരു മക്കളാവാം, സഹോദരന്മാർ സ്നേഹിക്കുന്ന ഒരു സഹോദരനാവാം. ലോകത്തിലെ സുഹൃത്തുക്കളെല്ലാം നമ്മളോട് അസോസിയേറ്റ് ചെയ്യാൻ മത്സരിച്ച് വരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ അതിന് നാം സ്വയം വളരണം, സ്വയം പഠിക്കണം. എന്ത്? വേദങ്ങൾ പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം, ഭാഗവതം പഠിക്കണം. ഇതിനൊന്നും എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഉള്ള സമയം ഈ യൂട്യൂബ് ചാനൽ കാണുക, ഇതിൻ്റെ താഴത്തുള്ള വീഡിയോകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എത്തിക്കട്ടെ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.